പ്രിയമുള്ള പ്രേക്ഷകർ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി മാസം 11-ാം തീയതി, അതായത് 1200 ധനുമാസം 27-ാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അന്നേ ദിവസം തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:50-നും അസ്തമയം വൈകിട്ട് 6:16-നുമാകുന്നു. ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളത്തെ നക്ഷത്രം വളരെ ശക്തമായ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന രോഹിണി നക്ഷത്രമാകുന്നു. ഉച്ചയ്ക്ക് 12:30 വരെ രോഹിണി നക്ഷത്രവും അതിനുശേഷം മകേര്യം നക്ഷത്രമാകുന്നു. നാളത്തെ തിഥിയും പ്രായണ വളരെ ശക്തമായ സാന്നിധ്യമുള്ള തിഥിയാകുന്നു. നാളെ കാലത്ത് 8 മണി വരെ ദ്വാദശി തിഥിയും 8 മണിക്ക് ശേഷം വെളുത്തപക്ഷത്തിലെ എല്ലാം വെളുത്തപക്ഷത്തിലാണ്. വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയുമാകുന്നു. തിഥി വളരെ ശക്തമാണ്. നക്ഷത്രം വളരെ നല്ല നക്ഷത്രവുമാകുന്നു. അതിനാൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ ഏറ്റവും അനുകൂലമായ ശുഭമുഹൂർത്തങ്ങൾ ഉച്ചയ്ക്ക് 12:25 മുതൽ 1:50 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് അതിശക്തമായ മേടൻ രാശിയുടെ സാന്നിധ്യം വരുന്നു. അവിടെ ധനാധിപനും ഭാഗ്യാധിപനും എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂലമായ സമയമാകുന്നു. അതിനാൽ ഉച്ചയ്ക്ക് 12:25 മുതലുള്ള സമയം 2 മണിക്ക് മുന്നേ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും സധൈര്യം മുന്നോട്ട് നീങ്ങാവുന്ന ദിനമാണ്, മുഹൂർത്തമാണ്, സമയവുമാകുന്നു. നാളത്തെ പ്രാർത്ഥന ശനിയാഴ്ച സ്വതവേ രോഹിണി നക്ഷത്രമാണ്. നാളെ ഇടവൻ രാശിക്കാർക്ക്, രോഹിണി മകേര്യം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുള്ള സമയമാണ്. അതിനാൽ നാളെ ശനിയാഴ്ച കാലത്ത് ശനീശ്വരന് 5 തിരിയിട്ട് ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രത്തോടുകൂടെ പ്രാർത്ഥന ആരംഭിക്കാം. ഓം ശം ശനീശ്വരായ നമഃ. ഞങ്ങൾക്ക് ശനീശ്വരൻ സ്വസ്ഥത തരട്ടെ എന്നാണ് ആ പദത്തിന് അർത്ഥം. അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് ശേഷം മകേര്യം നക്ഷത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊവ്വ നീചസ്ഥനാണ്. നിങ്ങൾ യാത്രയ്ക്കും കാര്യത്തിനുമൊക്കെ തന്നെ തലേ ദിവസം തന്നെ രക്തപുഷ്പാഞ്ജലി കടുംപായസം ദേവീക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. രോഹിണി ഭഗവാൻ കൃഷ്ണൻ്റെ നക്ഷത്രമാകുന്നു. കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമിയിലാണ് ശ്രീകൃഷ്ണൻ ഭൂജാതനായത്. പക്ഷേ ചിങ്ങമാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ചിങ്ങമാസത്തിൽ വളരെ പ്രാധാന്യമുള്ള ദിനങ്ങളുള്ള മാസമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അഷ്ടമി രോഹിണി. ഇപ്രകാരം നല്ല മുഹൂർത്തം നിങ്ങൾക്ക് തന്നു, പ്രാർത്ഥനകൾ തന്നു, എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി വരട്ടെ. നിങ്ങളുടെ കൈകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച ആർക്കെങ്കിലും അന്നദാനം ചെയ്യുന്നതും വളരെ ഉപകരിക്കും. അന്നദാനാത് ഫലത്രയം എന്നാണ്. അന്നദാനത്തിലൂടെയാണ് എല്ലാ ഫലങ്ങളുടെയും പൂർണ്ണത വരുന്നത്. വസ്ത്രദാന ഫലം രാജ്യം. വസ്ത്രം കൊടുത്താൽ നിങ്ങൾക്ക് രാജ്യം കിട്ടും. പാതകാഭ്യഞ്ച വാഹനം, മെതിയടി നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനസുഖം ലഭിക്കും. അന്നദാനാത് ഫലത്രയം. ഇതിൻ്റെ എല്ലാ പുണ്യവും അന്നദാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഏറ്റവും വലിയ ദാനമാകുന്നു അന്നദാനം. അതിനപ്പുറത്ത് മറ്റൊരു ദാനമില്ല. നവഗ്രഹത്തിൽ ശനിക്ക് ഇഷ്ടപ്പെടുന്ന ശനീശ്വരൻ്റെ അനുഗ്രഹാശിസുകൾ ലഭിക്കുവാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനയാകുന്നു അന്നദാനം. നീജാനാം അന്നദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീജാനാം ഒന്നുമില്ലാത്തവർക്ക്, അനുചിത കുലകർമ്മണം, തെരുവിൽ കിടക്കുന്നവർക്ക്, ബഗേഴ്സ്, യാചകർക്ക് ഒക്കെ തന്നെ അന്നദാനം ചെയ്യുന്നത് വളരെ പുണ്യമായി, അത് ശനീശ്വരൻ്റെ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് പൂർണ്ണമായും അനുഗ്രഹ കലയെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് സാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഭാവിയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.